നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. പടനയിലെ ശൈശവവിവാഹം തന്നെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് തുറന്നു പറഞ്ഞ നിക്കാഹ് നടത്തിയ ഖത്തീബ്. അഴീക്കാൽ ജുമാ മസ്ജിദ് സെക്രട്ടറി തന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഖത്തീബ് റഹ്മത്തുള്ള പറയുന്നതിന്റെ ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന് ലഭിച്ചു. സിറ്റി ന്യൂസ് എക്സ്ക്ലൂസീവ്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തെ തുടർന്ന് കേരളത്തിൽ ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ BKMU നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചു. BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബേക്കൽ ഇന്റർനാഷണൽ ഹോട്ടലിലാണ് കൺവെൻഷൻ നടന്നത്. സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്ന കാസർഗോഡ് ജില്ലാ ബസ് ആൻഡ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വേനലിനെ അതിജീവിക്കാൻ ദാഹജല സംവിധാനവുമായി നന്മമരം കാഞ്ഞങ്ങാട്. കടുത്ത വേനലിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് തുണയായി കാഞ്ഞങ്ങാട്ട് ദാഹജലം നൽകുന്നതിന് തണ്ണീർ പന്തൽ സ്ഥാപിച്ചു. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ മെയ് 3 നടത്തുന്ന KMA ഫാമിലി മീറ്റിന്റെ പ്രചരണാർത്ഥം പായസ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് മത്സരം നടന്നത്. അയ്യങ്കാവ് കൂലോം തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ ഘോഷയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. പടനയിലെ ശൈശവ വിവാഹം തന്നെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് തുറന്നു പറഞ്ഞ് നിക്കാഹ് നടത്തിയ ഖത്തീബ്. അഴീക്കൽ ജുമാ മസ്ജിദ് സെക്രട്ടറി തന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഖത്തീബ് റഹ്മത്തുള്ള പറയുന്നതിന്റെ ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന് ലഭിച്ചു. സിറ്റി ന്യൂസ് എക്സ്ക്ലൂസീവ്. സെക്രട്ടറി PK താജുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതായി തന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് ചടങ്ങുകൾ നടത്താൻ പ്രേരിപ്പിച്ചത്. താൻ നിക്കാഹ് ചടങ്ങ് നടത്തിക്കൊടുക്കുക മാത്രമാണ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയാണ് നിക്കാഹ് കഴിക്കുന്നത് എന്ന് തനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ചടങ്ങ് നടത്താൻ അനുവദിക്കില്ലായിരുന്നുവെന്നും നിക്കാഹിന് നേതൃത്വം നൽകിയ അഴീക്കാൽ ജുമാ മസ്ജിദിലെ ഉസ്താദ് റഹ്മത്തുള്ള പറഞ്ഞു. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. നമ്മൾ വേറൊന്നും ഞങ്ങൾ അറിയുന്നില്ല. നമ്മളെ നാട്ടിലെ ആൾക്കാരെല്ലാം അവരുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് എത്തുന്നത്. പെണ്ണിന്റെ പെരക്കാരാണ് ഇപ്പോഴും എടുക്കാറില്ല. ചെക്കന്റെ പെരക്കാർ എടുത്തില്ല. ഇപ്പോഴും ഈ സമയം വരെ എനിക്ക് അവർ പരിചയമല്ല. പള്ളിക്കമ്പറ്റി ഔദ്യോഗികമായിട്ട് സെക്രട്ടറി ആണല്ലോ നമ്മൾ അറിയിക്കല്. സാധാരണ അറിയിക്കലും ചെയ്യാം. എല്ലാ കല്യാണത്തിലുള്ള മെമ്പർമാരും നമ്മളോട് പറയുന്നില്ല. സംഭവത്തിൽ പരിശോധനയ്ക്കെത്തിയ ചൈൽഡ് ലൈനിലെയും ശൈശവവിവാഹ നിരോധന ഓഫീസിലെയും ഉദ്യോഗസ്ഥരോടും പോലീസിനോടും റഹ്മത്തുള്ള സംസാരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ശൈശവവിവാഹം സംബന്ധിച്ച് വാർത്ത തള്ളി ഒരു വിഭാഗം പള്ളി കമ്മിറ്റി ഭാരവാഹികൾ രംഗത്തെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ദൃശ്യം പുറത്തുവന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തെ തുടർന്ന് കേരളത്തിൽ ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ BKMU നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചു. BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തെ തുടർന്ന് കേരളത്തിൽ ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഭാരതീയ ഗേദ് മസ്ദൂർ യൂണിയൻ പ്രബുദ്ധ കേരളത്തെ സംരക്ഷിക്കാൻ ജാതിയുടെ ജീർണബുദ്ധികളെ തളർത്താൻ നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചു. ആദിവാസി മഹാസഭ, AIDRM എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സദസ്സ് BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം സംഭവങ്ങൾ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഒരിക്കലും ആവർത്തിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവിക്കാൻ പാടില്ലാത്ത സംഗതിയാണ് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായത്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ അധ്യാപകരുടെ ജാതി അധിക്ഷേപത്തെ തുടർന്ന് ഒരു വിദ്യാർത്ഥിക്ക് ജീവനൊടുക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെയും വായിച്ചറിഞ്ഞതാണ്. അതുകൊണ്ടാണ് പറയുന്നത്,
പ്രബുദ്ധ കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത, നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും അധ്യാപകരുമായ ആളുകളിൽ നിന്ന് നിതിൻ രാജ് എന്ന വിദ്യാർത്ഥിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഞാനതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഈ കേരളം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വഴി ഈ കേരളത്തിൽ ജാതിക്കും ഇതിനെല്ലാം എതിരായി, ജാതീയതയുടെ ജീർണതക്കെല്ലാം എതിരായി വലിയ പോരാട്ടങ്ങൾ നടന്ന മണ്ണാണ് കേരളത്തിൻ്റെത്. അതുപോലെ 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉയർത്തിപ്പിടിച്ച പുരോഗമനപരമായ ഒരുപാട് നിയമനിർമ്മാണങ്ങളും നടപടികളും അതെല്ലാം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. യോഗത്തിൽ BKMU ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി A. രാഘവൻ സ്വാഗതം പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി CP ബാബു, ആദിവാസി മഹാസഭ സംസ്ഥാന സെക്രട്ടറി മുൻ MLA M. കുമാരൻ, AISF ജില്ലാ സെക്രട്ടറി പ്രഭിജിത്ത് K, CV സുരേഷൻ, P. രാമകൃഷ്ണൻ, N. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബേക്കൽ ഇന്റർനാഷണൽ ഹോട്ടലിലാണ് കൺവെൻഷൻ നടന്നത്. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് ബേക്കൽ ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് അപ്പോൾ ജീവിത രീതിയും ഭക്ഷണവും മറ്റു സംവിധാനങ്ങളിലൊക്കെ വ്യത്യാസം വന്നു. അങ്ങനെ രോഗബാധിതരായി ഈ മംഗലാപുരം KMC ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത സന്ദർഭത്തിൽ അവിടെ ആസ്പത്രിയിലുള്ള ചില ആളുകൾ തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് 18 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അച്ഛൻ്റെ അനാരോഗ്യത്തിൻ്റെ അവസ്ഥയിൽ ഇങ്ങനെ ഒരാൾ ആശുപത്രിയിലുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അടുത്ത് വിവരം കിട്ടുന്നു. അപ്പം എനിക്ക് വന്നൊരു 7 വയസ്സേ ഉള്ളൂ. ഞങ്ങൾ മലബാറിൽ കുടിയേറി പാർത്ത ഒരു കാലഘട്ടമാണ്. എൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള ആളാണ് എൻ്റെ സെൻറ് തോമസ് ഹൈസ്കൂളിൻ്റെ മാസ്റ്ററായിട്ടുള്ള BM മത്തായി സാർ. അപ്പം മത്തായി സാറിനെ പോയി കണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞതായാലും ഞാൻ പോയി അന്വേഷിക്കും, സംശയമാണ്. ആ സംശയത്തിൻ്റെ ഭാഗമായി ഈ KMC ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ച് അവിടെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ വളരെ വല്ലാത്ത നിലയിലേക്കുള്ള ഒരു ആരോഗ്യാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് എൻ്റെ അപ്പാപ്പനെ കൂട്ടി, കാരണം അന്നത്തെ ഒരു സാമ്പത്തിക സാഹചര്യമൊക്കെ ഉണ്ട്. KN രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ വിനു വി നായർ, സാബു കുരുവിള, MK മനോജ്, PK ശശിധരൻ എന്നിവർ സംസാരിച്ചു. PK അശോക് കുമാർ സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി PK ശശിധരൻ, KN രാജൻ എന്നിവരെ സെക്രട്ടറിയായും T ജനാർദ്ദനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്ന് കാസർഗോഡ് ജില്ലാ ബസ് ആൻഡ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘ് യൂണിയൻ ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺറോഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്ന് കാസർഗോഡ് ജില്ലാ ബസ് ആൻഡ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘ് യൂണിയൻ ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഏകദേശം 40,000 ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 8,000 ബസ്സുകളാണ് ചുരുങ്ങിക്കൊണ്ട് സർവീസുകൾ നടത്തുന്നത്. മാറി മാറി വരുന്ന സർക്കാരിന്റെ വികലമായ മോട്ടോർ നയത്തിന്റെ ഭാഗമായാണ് ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത്. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഈ മേഖല സംരക്ഷിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ ബസ് തൊഴിലാളികളെ അംഗമായി ചേർക്കാൻ ബസ് ഉടമകൾ തയ്യാറാകണമെന്നും കാഞ്ഞങ്ങാട് BMS ഓഫീസിൽ നടന്ന ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺറോഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വരുന്ന സർക്കാരുകളാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണ്. നമുക്കറിയാം, കോവിഡിനും ശേഷവും കോവിഡിന് മുമ്പും ആ 2 ഘട്ടമായി നമുക്ക് എടുത്താൽ തന്നെ കോവിഡിന് മുമ്പ് ഏകദേശം 40,000 ബസ്സുകൾ സർവീസ് എടുത്തിരുന്നു. അതുപോലെ തന്നെ 2.5 ലക്ഷത്തോളം തൊഴിലാളികൾ നമുക്കുണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് ഏകദേശം 8,000 സർവീസുകൾ മാത്രമേ കേരളത്തിലുള്ളൂ. അതുകൊണ്ട് 50,000 തൊഴിലാളികൾ. അപ്പോൾ ഈ മേഖലയെ നശിപ്പിക്കാനും സർക്കാർ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോവിഡ് കാലഘട്ടത്തിൽ ബസ്സുകൾക്ക് ആ കാലഘട്ടത്തിൽ ഇളവ് പ്രഖ്യാപിച്ച ടാക്സിനത്തിന് ഇളവ് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ഭീമമായ ടാക്സ് അടക്കേണ്ടി വന്നു, ഇൻഷുറൻസ് പ്രീമിയം അടക്കേണ്ടി വന്നു. അപ്പോൾ ബസ്സുകളെ സംബന്ധിച്ച്, ബസ് ഉടമകളെ സംബന്ധിച്ച് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ
ഈ മേഖലയെ തകർന്ന് തരിപ്പണമാക്കിയിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലാ ബസ് ആൻഡ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KV ബാബു അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ഏച്ചിക്കാനം, ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ജയേഷ് കാരക്കോട് എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് മന്നിപ്പാടി സ്വാഗതവും ഗിരീഷ് അട്ടേങ്ങാനം നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി KV ബാബുവിനെ പ്രസിഡന്റായും രാജേഷ് മന്നിപ്പാടിയെ ജനറൽ സെക്രട്ടറിയായും ഗിരീഷ് അട്ടേങ്ങാനത്തെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേനലിനെ അതിജീവിക്കാൻ ദാഹജല സംവിധാനമൊരുക്കി നന്മമരം കാഞ്ഞങ്ങാട്. കടുത്ത വേനലിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് തുണയായി കാഞ്ഞങ്ങാട്ട് ദാഹജലം നൽകുന്നതിന് തണ്ണീർപ്പന്തൽ സ്ഥാപിച്ചു. നന്മമരം കാഞ്ഞങ്ങാട് കടുത്ത വേനലിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് തുണയായി ദാഹജലം നൽകുന്നതിന് തണ്ണീർപ്പന്തൽ സ്ഥാപിച്ചു. നിത്യവും നിരവധി ആളുകൾ സന്ദർശനം നടത്തുന്ന കാഞ്ഞങ്ങാട് പട്ടണത്തിലാണ് വേനൽക്കാലം മോരും വെള്ളവും കുടിവെള്ളവും ലഭ്യമാക്കുന്ന സംവിധാനം ഒരുക്കിയത്. നന്മമരം കാഞ്ഞങ്ങാടിന്റെ തണ്ണീർപ്പന്തൽ പദ്ധതി മുതിർന്ന മാധ്യമപ്രവർത്തകൻ TM മുഹമ്മദ് അസ്ലമിന് കുടിവെള്ളം നൽകി നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശുഭ ടീച്ചർ, മുതിർന്ന പത്രപ്രവർത്തകൻ മുഹമ്മദ് അസ്ലം, നന്മമരത്തിൻ്റെ പ്രവർത്തകന്മാർ, മദനി ഹമീദ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, സ്നേഹം നിറഞ്ഞവരെ, സ്നേഹബഹുമാന്യരെ, സുഹൃത്തുക്കളെ, കൊടുംവേനലുകളിൽ തീമഴ പെയ്യുകയാണ്. എല്ലാവരും വെള്ളം കിട്ടാതെ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ രക്തത്തിന് എന്താണോ റോള്, ആ റോളാണ് ഭൂമിയിൽ ജലം നിർവഹിക്കുന്നത്. ആ ജലം സംഭരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. ഈ വേനൽ ചൂടിൽ ദാഹമകറ്റാൻ ഇതാ കാരുണ്യ പ്രവർത്തനവുമായി കാഞ്ഞങ്ങാടിനെ വിശപ്പ് രഹിത നഗരമാക്കി മാറ്റിയ നന്മമരം. കാഞ്ഞങ്ങാട് വിശപ്പ് രഹിത നഗരം മാത്രമല്ല, ഈ വേനൽ ചൂടിൽ ദാഹിച്ചാൽ ആ ദാഹജലം തരാൻ ഞങ്ങളിതാ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്ന് നന്മമരം ഇന്നത്തെ ദിനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നന്മമരം കാഞ്ഞങ്ങാട് പ്രസിഡന്റ് BBK ജോസ് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാടിനെ വിശപ്പ് രഹിത നഗരമാക്കുന്നതിന് ഭക്ഷണ വിതരണം, രക്തദാനം, പ്രകൃതി സംരക്ഷണം, നിയമപാലകർക്കുള്ള പിന്തുണ നൽകൽ, പൊതുജന സേവനം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് നന്മമരം കൂട്ടായ്മ നടത്തുന്നത്. നന്മമരം കാഞ്ഞങ്ങാട് സെക്രട്ടറി ഷിബു നോർത്ത് കോട്ടച്ചേരി സ്വാഗതം പറഞ്ഞു. നന്മമരം ചെയർമാൻ സലാം കേരള, ഉപദേശ സമിതി അംഗം CP ശുഭ എന്നിവർ സംസാരിച്ചു. നന്മമരം പ്രവർത്തകരായ വിനോദ് TK, ഗോകുലാനന്ദൻ മോനാച്ച, ദിനേശൻ, രമ്യ ഹരി, രാജി മധു, വിനു വേലാശ്വരം, പുഷ്പ കൊളവയൽ, സതീശൻ മടിക്കെ, പ്രസാദ് BK, ബഷീർ കൊത്തിക്കാൽ, സബീഷ് ചിത്താരി, മധുസൂദനൻ VS, ഹമീദ് മദനി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ മെയ് 3 നടത്തുന്ന KMA ഫാമിലി മീറ്റിന്റെ പ്രചരണാർത്ഥം പായസ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് മത്സരം നടന്നത്. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ 2026 മെയ് 3 ഞായറാഴ്ച ബേക്കൽ ക്ലബ് പടന്നക്കാട് വെച്ച് നടത്തുന്ന KMA ഫാമിലി മീറ്റ് 2026 പ്രചരണാർത്ഥം അംഗങ്ങൾക്കായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് പായസ പ്രദർശന മത്സരം, പുഡിംഗ് മത്സരം എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് CK ആസിഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഭാരവാഹികളായ ഐശ്വര്യകുമാരൻ, ആസിഫ് മെട്രോ, മഹേഷ് P, ഫൈസൽ സൂപ്പർ, സലാം HE, ഷരീഫ് കമാടം എന്നിവർ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ മെയ് 3 ബേക്കൽ ക്ലബ്ബിൽ വെച്ച് നടക്കുന്ന ഫാമിലി മീറ്റിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന അനേകം മത്സരങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് പായസ പുഡിംഗ് മത്സരമാണ് ഇന്ന് വ്യാപാര ഭവനിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മെമ്പർമാർ ഒരുപാട് ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ പരിപാടിയിൽ വിജയിച്ച എല്ലാ വിജയികളെയും അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവരെയും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ കാഞ്ഞങ്ങാട് മർച്ചൻസിലെ 1000-ഓളം മെമ്പർമാരുടെ അവരുടെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്ന വലിയൊരു മാമാങ്കം നമ്മുടെ മെയ് 3 ബേക്കൽ വെച്ച് നടത്തുകയാണ്. നമ്മുടെ കാഞ്ഞങ്ങാട് മർച്ചൻസിൻ്റെ കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്ന, നമ്മുടെ പരസ്പര ബന്ധങ്ങളെ പുതുക്കുന്ന ഒരു വലിയൊരു മാമാങ്കമാണ്, പരിപാടിയാണ് മെയ് 3 നടക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ദേവസ്വം മേച്ചേരിയാണ് നമ്മുടെ കുടുംബമേള ഉദ്ഘാടനം ചെയ്യുന്നത്. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം മെയ് 3 പരിപാടിയുടെ വേദിയിൽ വെച്ച് നൽകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
അയ്യങ്കാവ് കൂലോം തറവാട് പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി കലവറ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. അയ്യങ്കാവ് കൂലോം തറവാട് പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. ഏപ്രിൽ 26, 27, 28, 29 എന്നീ ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിന്റെ മുന്നോടിയായി കലവറ ഘോഷയാത്ര നടന്നു. നെല്ലിയറ ശ്രീ മുത്തപ്പൻ മടപ്പുര, പൂമാല ഭഗവതി ക്ഷേത്രം, നാലുപുരപ്പാട്, മുളവന്നൂർ ഭഗവതി ക്ഷേത്രം, പൂതങ്ങാനം വിഷ്ണുമൂർത്തി ക്ഷേത്രം, മുടഗ്രാമം ശാസ്താ ക്ഷേത്രം, കരിഞ്ചാമുണ്ടിയമ്മ ക്ഷേത്രം കല്ലുവളപ്പ്, കരിഞ്ചാമുണ്ടിയമ്മ ക്ഷേത്രം പാറക്കടവ് എന്നീ ക്ഷേത്രങ്ങളിൽ നിന്നും കലവറയായി അയ്യങ്കാവിൽ സംഗമിച്ച ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. നിരവധി ഭക്തജനങ്ങളാണ് കലവറ ഘോഷയാത്രയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉമ്മൻചാണ്ടി മെമ്മോറിയൽ സോഷ്യൽ സർവീസ് ഗ്ലോബൽ സെന്ററിന്റെ സഹകരണത്തോടെ പൂച്ചക്കാട് കിഴക്കേക്കര കോൺഗ്രസ് കമ്മിറ്റി കായിക താരങ്ങൾക്കുള്ള ജേഴ്സി പ്രകാശനവും പ്രദേശത്തെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള ആദരവും നടത്തി. KPCC ജനറൽ സെക്രട്ടറി K. നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി മെമ്മോറിയൽ സോഷ്യൽ സർവീസ് ഗ്ലോബൽ സെന്ററിന്റെ സഹകരണത്തോടെ പൂച്ചക്കാട് കിഴക്കേക്കര കോൺഗ്രസ് കമ്മിറ്റി കായിക താരങ്ങൾക്കുള്ള ജേഴ്സി പ്രകാശനവും പ്രദേശത്തെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള ആദരവും നടത്തി. KPCC ജനറൽ സെക്രട്ടറി K. നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. യുവാക്കൾക്ക് വേണ്ടി പുതിയ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കർമ്മ പരിപാടി ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാണ് ബിനോയ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 2 പരിപാടികൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് അത് അത്യാവശ്യമാണ്. കാരണം ഒരു പ്രദേശത്തുള്ള നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സിലൂടെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ട്. കാരണം ഇനിയുള്ള കാലഘട്ടം ഈ രാഷ്ട്രീയ വിദ്വേഷം വെച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ആ വിദ്വേഷം മാറ്റാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഇപ്രാവശ്യം അധികാരത്തിൽ നിന്ന് അവർ മാറിയാൽ അവർ ബംഗാൾ പോലെ തിരിച്ചു വരാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചു വരാൻ CPM-ന് സാധിക്കും. കാരണം CPM-ന്റെ ആ പഴയകാല പ്രതാപങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ പാർട്ടിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ബംഗാളിൽ 30-35 വർഷക്കാലം ഭരിച്ച ബംഗാളിൽ പോലും ആ പാർട്ടി ഇപ്പോൾ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെയുള്ള ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിമാരും ഒക്കെ നമ്മുടെ കേരളത്തിൽ വന്ന് പോരാട്ടം അടിക്കുന്നതെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞ കാര്യമാണ്. മുതിർന്ന പഴയകാല കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള ആദരവ് KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നൽ നിർവഹിച്ചു. ഉമ്മൻചാണ്ടി മെമ്മോറിയൽ സോഷ്യൽ സർവീസ് ഗ്ലോബൽ സെന്റർ ചെയർമാൻ B. ബിനോയ് അധ്യക്ഷത വഹിച്ചു. ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുകുമാരൻ പൂച്ചക്കാട്, കോൺഗ്രസ് പള്ളിക്കര മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി, CH രാഘവൻ, അഖിലേഷ് തച്ചങ്ങാട്, ഷാ മുക്കൂട്, രത്നാകരൻ, മുഹാജിർ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരായ കുട്ടിയൻ കിഴക്കേക്കര, ദാമോദരൻ അടുക്കം, രാഘവൻ കിഴക്കേക്കര, ബാലൻ കരിമ്പുവളപ്പിൽ, സരോജിനി പുതിയവളപ്പിൽ, കുഞ്ഞിത്തിയൻ രമണി, ചിരുത, നാരായണി തുടങ്ങി 15 മുതിർന്ന കോൺഗ്രസുകാരെയാണ് ആദരിച്ചത്. പ്രദേശത്തെ കായിക താരങ്ങൾക്കുള്ള ജേഴ്സി സിദ്ധാർത്ഥ്, അർജുൻ, അഭിമന്യു തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അകാലത്തിൽ മാഞ്ഞുപോയ ബാലചിത്രകാരൻ ആദിത്യന്റെ 5ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ചിത്രശില്പ കളരി നടത്തി. ചിത്രം വരയ്ക്കാനും ശില്പകല അഭ്യസിക്കാനുമുള്ള പ്രായോഗിക പരിശീലനം നൽകുകയാണ് കളരിയുടെ ലക്ഷ്യം. ആദിത്യപ്രഭ കൂട്ടായ്മയാണ് ചിത്രശില്പ കളരി സംഘടിപ്പിച്ചത്. വരയും വർണ്ണവും നിറഞ്ഞു. കരവിരുതും കൈവേഗവും കളിമണ്ണിൽ സമന്വയിച്ചു. ചിലർക്ക് കൂട്ടുകാരനായിരുന്നു ആദിത്യൻ, മറ്റു ചിലർ ആ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. ആദിത്യന്റെ ചിത്രങ്ങളെയും ശില്പങ്ങളെയും അവർ നേരിട്ടും സ്ക്രീനിലും കണ്ടു. അവൻ എപ്പോഴും പറയുന്നത് ചിത്രങ്ങളെക്കുറിച്ചായിരുന്നു, ശില്പങ്ങളെക്കുറിച്ചായിരുന്നു. അതെല്ലാം ചേർത്തു വെച്ചൊരു പകൽ. ആ കുരുന്നു പ്രതിഭ ഈ ലോകത്തില്ലെങ്കിലും അവൻ്റെ ഓർമ്മകൾ അലതല്ലിയ ദിനം. അവൻ പഠിച്ച ഹോസ്ദുർഗ UBMC ALP സ്കൂളിൽ ഒരിക്കൽ കൂടി ആദിത്യൻ നിറഞ്ഞു നിന്നു. ആദിത്യപ്രഭയുടെ നിറസ്നേഹത്താൽ അകാലത്തിൽ പൊലിഞ്ഞ ബാലചിത്രകാരൻ കാഞ്ഞങ്ങാട്ടെ ആദിത്യന്റെ 5ാം ചരമവാർഷിക ദിനമായിരുന്നു ശനിയാഴ്ച. ഇതോടനുബന്ധിച്ചാണ് ആദിത്യം എന്ന പേരിൽ ചിത്ര ശില്പകളരി നടത്തിയത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തു.
രാവിലെ ചിത്രകല കളരിയും ഉച്ചയ്ക്ക് ശേഷം കളിമണ്ണിൽ ശില്പങ്ങളൊരുക്കുന്ന പഠന പരിശീലനവുമായിരുന്നു. വിവിധ സെഷനുകളിലായി നടന്ന പരിപാടികൾ ആദിത്യപ്രഭ കൂട്ടായ്മയുടെ കോർഡിനേറ്റർ EV ജയകൃഷ്ണനും ആദിത്യം പരിപാടിയുടെ കോർഡിനേറ്റർ ആർട്ടിസ്റ്റ് വിനോദ് അമ്പലത്തറയും നിയന്ത്രിച്ചു. ചിത്ര ശില്പകളരി കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷനും ആദിത്യപ്രഭ കൂട്ടായ്മയുടെ ചെയർമാനുമായ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. അതിലൊരു അതുല്യ പ്രതിഭയാണ് ആദിത്യൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആദിത്യനെ നമ്മൾ സ്മരിക്കുന്നത് ആദിത്യൻ്റെ ആ ഒരു പശ്ചാത്തലം ഇനി വരുന്ന ഒരു കുടുംബത്തിലും ഒരു കുട്ടികൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നത് നമ്മൾ ഉറപ്പുവരുത്തണം എന്നത് ആണ് ഇത്തരം ചടങ്ങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ണു കൊണ്ട് ചുറ്റുപാട് നോക്കുകയാണ്, നമ്മുടെ കാതുകളെല്ലാം കുറിപ്പിച്ചിരിക്കണം. നമ്മുടെ ചുറ്റുപാടും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കണ്ണീര് വീഴുന്നവരുണ്ടെങ്കിൽ ആ കണ്ണീരൊപ്പുന്നതിൽ, ആ പ്രയാസത്തിൽ നിന്ന് അവരെ കൈപിടിക്കുന്നതിലായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ എന്നതാണ് നമ്മൾ ഇത്തരം സ്മരണകൾ പുതുക്കുമ്പോൾ നമുക്ക് എടുക്കാനുള്ള പ്രതിജ്ഞ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ജനറൽ കൺവീനർ MK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ PV ചന്ദ്രൻ, മുൻ AEO PV ജയരാജ്, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ വിനോദ് കുമാർ മേലത്ത്, UBMC സ്കൂൾ പ്രധാനാധ്യാപകൻ MT രാജീവൻ, കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലൂർ റഹ്മാൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ T മുഹമ്മദ് അസ്ലം എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആദിത്യന്റെ കലാസൃഷ്ടികളുടെ അവതരണ സെഷൻ എഴുത്തുകാരി CP ശുഭ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ ആസൂത്രണ സമിതി അംഗം B മുകുന്ദപ്രഭു അധ്യക്ഷത വഹിച്ചു. വിനോദ് അമ്പലത്തറ അവതരണം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ P പ്രവീൺകുമാർ സംസാരിച്ചു. ചിത്രീകരണ കളരി PM അബ്ദുൽ നാസറിന്റെ അധ്യക്ഷതയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ N ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരൻ സജീന്ദ്രൻ കാറടുക്ക ക്ലാസ് എടുത്തു. ഒപ്പം വരയ്ക്കാം സെഷൻ റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ വില്യംസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് നാരായണൻ മൂത്തൽ അധ്യക്ഷത വഹിച്ചു. സുമേഷൻ മടിക്കൈ, ആദർശ്, സുചിത്ര മധു എന്നിവർ പരിശീലനം നൽകി. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് KS ഹരി സംസാരിച്ചു. മണ്ണിൽ തൊടാം എന്ന പേരിൽ നടത്തിയ കളിമൺ ശില്പ നിർമ്മാണ പരിശീലനം ആദിത്യപ്രഭ കൂട്ടായ്മയുടെ ഗജാൻജിയും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാനാധ്യാപകനുമായ TV പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. UBMC സ്കൂൾ മുൻ അധ്യാപിക VK ബിനു അധ്യക്ഷത വഹിച്ചു. ശില്പി ശ്യാംപ്രസാദ് പരിശീലനം നൽകി. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സംസാരിച്ചു. സമാപന സമ്മേളനം സാമൂഹിക പ്രവർത്തകൻ ദാമോദരൻ ആർക്കിടെക്ട് ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂർ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. MK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം മുൻ പ്രസിഡന്റ് TK നാരായണൻ, B സുനിത കുമാരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബളാംതോട് മായത്തി ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവുത്സവം പൊങ്കാല സമർപ്പണം താഴേക്കാവിൽ കളിയാട്ടത്തിനും ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ബളാംതോട് മായത്തി ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവുത്സവം പൊങ്കാല സമർപ്പണം താഴേക്കാവിൽ കളിയാട്ടത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. ബളാംതോട് മായിത്തിലമ്മയുടെ പൊങ്കാല മഹോത്സവം മേടം 12-13 ദിവസങ്ങളിലായി നടക്കുകയാണ്. 12-ന് കലവറ ഇറക്കൽ ഘോഷയാത്ര, പിന്നെ വൈകുന്നേരം ശുദ്ധി, മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് പൊങ്കാല ദിവസമാണ്, മേടം 13. ഇപ്പോൾ രാവിലെ പൊങ്കാലയ്ക്ക് ജനങ്ങളുടെ സാന്നിധ്യമുണ്ട്. പിന്നെ വൈകുന്നേരം ഉത്സവമാണ്. വൈകുന്നേരം ശ്രീമയി വജൻസിൻ്റെ ഒരു ഭജനയുണ്ട്. അതുപോലെ തടമ്പ് നൃത്തം മുതലായ കാര്യങ്ങളെല്ലാത്തോടുകൂടി നിറമാലയോടുകൂടി ഇന്ന് വൈകിട്ട് ഉത്സവം സമാപനം കുറിക്കും. പിന്നെ നാളെയും മറ്റന്നാളും തെയ്യമാണ്.
നാളെ വൈകുന്നേരം കുളിച്ചേറ്റം, മറ്റന്നാൾ രാവിലെ മുതൽ 2 മണി വരെ ഗുളികൻ, കുറവന്തിയമ്മ, വീരൻ തെയ്യം, ചാമണ്ടിയമ്മ, തെയ്യക്കോലങ്ങളുടെ പുറപ്പാടുണ്ട് 2 മണി വരെ. കലവറനിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് കലവറനിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി കലവറനിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേളൂത്ത് ശ്രീ ഭദ്രകാളിക്കാവിലെ പ്രതിഷ്ഠാദിന വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കേളൂത്ത് ഗ്രാമത്തിലെ മുതിർന്ന ഗുരുജനങ്ങളെ ഗുരുവന്ദനം എന്ന ചടങ്ങിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് പൊന്നാടയും മൊമെന്റോയും മധുരപലഹാരവും നൽകി ആദരിച്ചു. ആദരിക്കൽ ചടങ്ങ് 3-ാം മൈൽ ശങ്കരമഠം സ്വാമി ശ്രീ ധർമ്മചൈതന്യ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കേളൂത്ത് ശ്രീ ഭദ്രകാളിക്കാവിലെ പ്രതിഷ്ഠാദിന വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേളൂത്ത് ഗ്രാമത്തിലെ മുതിർന്ന ഗുരുജനങ്ങളെ ഗുരുവന്ദനം എന്ന ചടങ്ങിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് പൊന്നാടയും മൊമെന്റോയും മധുരപലഹാരവും നൽകി ആദരിച്ചു. ആദരിക്കൽ ചടങ്ങ് 3-ാം മൈൽ ശങ്കരമഠം സ്വാമി ശ്രീ ധർമ്മചൈതന്യ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ വളർത്തിയുള്ള ആളുകളെ മറക്കുന്ന ഒരു സമീപനം കാണുന്നുള്ളൂ. അതേസമയത്ത് ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളിൽ ഈ ഒരു സമീപനം നമ്മൾ കാണുന്നില്ല. അതിന് കാരണം എന്തെന്ന് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. വേണ്ട തരത്തിലുള്ള മതപഠനം, മതം എന്ന് പറയുന്ന സമയത്ത് സനാതന ധർമ്മത്തെ സംബന്ധിച്ച മതമല്ല, അതൊരു സംസ്കാരമാണ്. മറ്റേത് സെമിറ്റിക് മതങ്ങളാണ്. എങ്കിലും നമ്മളെ സംബന്ധിച്ച് ധർമ്മപഠനം എന്നുള്ള ഒന്ന് ഇല്ല എന്നുള്ളതാണ് ഇതിനുള്ള കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് വളരെ ചിട്ടയോടുകൂടി നിത്യേന മദ്രസ പഠനവും എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ സ്കൂളിലൂടെ അവരുടേതായുള്ള മതപഠനത്തിലൂടെ ഈ ഒരു ധാർമ്മിക മൂല്യങ്ങളെ അവർ പകർന്നു കൊടുക്കുന്നു. നേരെ മറിച്ച് ഹിന്ദുവിനെ സംബന്ധിച്ചിട്ട് നമുക്കിതില്ല. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്ര സങ്കേതത്തിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധർമ്മപഠനം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അതുകൊണ്ട് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ പഠനങ്ങൾ പറഞ്ഞാൽ വേദം പഠിക്കുക എന്നുള്ളതിനെ പെട്ടെന്ന് സാധിച്ചു വരില്ല. ചടങ്ങിൽ നാട്ടുകാരനും നിരവധി ഭക്തിഗാനങ്ങൾ തയ്യാറാക്കി ശ്രദ്ധേയനുമായ ഡിവൈഎസ്പി ടി ഉത്തംദാസ് മുഖ്യപ്രഭാഷണം നടത്തി. വിശിഷ്ട വ്യക്തികളായ കേളൂത്ത് ശ്രീ ഭദ്രകാളിക്കാവ് തന്ത്രി വിഷ്ണു കുണ്ടലായർ, മഹാവിഷ്ണു ക്ഷേത്രം മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി, രോഹിണി തുളസീദാസൻ ഭട്ടതിരി, വാദ്യകലാകാരൻ കടന്നപ്പള്ളി സുധാകരൻ മാരാർ എന്നിവരെ പ്രത്യേകമായി ആദരിച്ച ചടങ്ങിൽ കേളൂത്ത് ഗ്രാമത്തിലെ 60-ലധികം മുതിർന്ന വ്യക്തികളും നാടിന്റെ ആദരവ് ഏറ്റുവാങ്ങി. ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ഭദ്രകാളിക്കാവ് ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ എ രാജു മാസ്റ്റർ സ്വാഗതവും ഭരണസമിതി പ്രസിഡന്റ് ടി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഭരണസമിതി മുൻ പ്രസിഡന്റ് കെ കുഞ്ഞിരാമൻ, മാതൃസമിതി അംഗങ്ങളായ സതി കരുണാകരൻ, ലീല കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ശ്രീ കേളൂത്ത് കാവലമ്മ ആധ്യാത്മിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഗുരുവന്ദനം ചടങ്ങ് സംഘാടനവും ജനപങ്കാളിത്തവും കൊണ്ട് ശ്രദ്ധേയമായി. മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന ഇത്തരം ചടങ്ങുകൾ പുതുതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം മഹത്തരമാണെന്നും സംഘാടകരെയും ആഘോഷ കമ്മിറ്റിയെയും അഭിനന്ദിച്ച് സംസാരിച്ചുകൊണ്ട് നടത്തിയ അനുഗ്രഹ ഭാഷണത്തിൽ ഉദ്ഘാടകനായ സ്വാമി ധർമ്മചൈതന്യ പറഞ്ഞു. ചടങ്ങിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാർത്തിക ശ്രീ നിത്യാനന്ദ കലാകേന്ദ്രം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനും കിഴക്കൻ മേഖലാ കൗൺസിലർമാർക്കും സ്വീകരണം നൽകി. ചടങ്ങിൽ വെച്ച് പൂരക്കളി അക്കാദമി അവാർഡ് നേടിയ കെ സുരേഷിനെ ആദരിച്ചു. കാർത്തിക ശ്രീ നിത്യാനന്ദ കലാകേന്ദ്രം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനും കിഴക്കൻ മേഖലാ കൗൺസിലർമാർക്കും സ്വീകരണം നൽകി. ചടങ്ങിൽ വെച്ച് പൂരക്കളി അക്കാദമി അവാർഡ് നേടിയ കെ സുരേഷിനെ ആദരിച്ചു. യോഗം നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണമാണ്. ആ സ്വീകരണം 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ്. കാഞ്ഞങ്ങാട് നഗരഭരണം എന്ന് പറയുന്നത് 47 കൗൺസിലർമാർ ചേർന്ന് നടത്തുന്ന നഗരഭരണമല്ല. ഇവിടെ ഏതാണ്ട് 85,000-ഓളം ജനങ്ങളുണ്ട്. അതിലേറെ കാഞ്ഞങ്ങാടിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. എല്ലാവർക്കും കൗൺസിലർമാരാകാൻ പറ്റില്ല. ഒരു വാർഡിൽ നിന്ന് ഒരാൾക്കേ ആവാൻ പറ്റും.
ചെയർമാൻ ഒരാൾക്കേ ആവാൻ പറ്റും. 47 ആളെ തിരഞ്ഞെടുത്താൽ ഒരാൾക്കേ ചെയർമാനാണ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ജനപ്രതിനിധികളാണ് എന്ന ഒരു തോന്നലിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറണം. അങ്ങനെ മാറിയാൽ നമ്മളെല്ലാവരും ചേർന്ന് ഈ നാട് ഭരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിശ്ചയിക്കണം. നമ്മൾ നിശ്ചയിച്ചുറച്ച് നല്ല കാര്യം ചെയ്യണം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി, കൗൺസിലർമാരായ രുക്മിണി, മിനിമോൾ, സജിത, അജിത, എം വിജയൻ എന്നിവർ സ്വീകരണത്തിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. കലാകേന്ദ്രം പ്രസിഡന്റ് രഘു ബി നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കലാകേന്ദ്രം സെക്രട്ടറി കെ സുരേഷൻ സ്വാഗതവും വനിതാവേദി പ്രസിഡന്റ് റോഷിനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജൂനിയർ പീപ്പിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം നടന്നു. സാംസ്കാരിക സദസ്സ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം ചിലങ്കോത്സവ് 2026 വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടന്നത്. സാംസ്കാരിക സദസ്സ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിൻ്റെ രൂപം കൊണ്ട് 40 ആണ്ട് പിന്നിടുകയാണ്. 4 പതിറ്റാണ്ട്. ഒരു ക്ലബ്ബ് 40 വർഷത്തിലേറെ 40 വർഷത്തോളം നമ്മുടെ പ്രദേശത്ത് പ്രവർത്തിക്കുന്നു എന്നതിൽ നമുക്കേറെ അഭിമാനിക്കാം. പലപ്പോഴും രൂപീകരിച്ച് ഒരു 4-5 വർഷം ആഘോഷമൊക്കെ ആയി, അതിനിടയിൽ അടിപൊളിയൊക്കെ ആയി, അത് പിരിച്ചുവിടുന്ന കാഴ്ചകളാണ് പലവട്ടം നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ വ്യത്യസ്തമായി 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വട്ടം ചെറുപ്പക്കാർ, ഞാൻ ഇന്നും ഓർക്കുകയാണ്, അത് ഞാൻ കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബിരുദ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലമാണ്. ക്ലബ് പ്രസിഡന്റ് സുമേഷ് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർമാരായ 7 സ്റ്റാർ അബ്ദുറഹ്മാൻ, എൻ ഉണ്ണികൃഷ്ണൻ, കെ ഗീത, പ്രശാന്ത് എം കുഞ്ഞമ്പാടി, വിവേക് സുധാകരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അനുമോദന യോഗം നടന്നു. ക്ലബ് പരിസരത്തെ അറിയപ്പെടുന്ന ക്ഷീര കർഷകർ, റിട്ടയർഡ് ജവാന്മാർ, ജനകീയ കാഞ്ഞങ്ങാട് വില്ലേജ് ഓഫീസർ രാജൻ പനയാൽ, ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ ഫെയിം, മഹിപാൽ, കാഞ്ഞങ്ങാട് സൗത്ത്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ എന്നിവരെയാണ് അനുമോദിച്ചത്. സെക്രട്ടറി മധു സ്വാഗതവും ട്രഷറർ മണികണ്ഠൻ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. NSS കോട്ടച്ചേരി കരയോഗം വാർഷിക യോഗവും കുടുംബസംഗമവും നടത്തി. വനിതാ കമ്മിറ്റി രൂപീകരണവും നടന്നു. സാമൂഹ്യ സേവന മേഖലയിൽ നിറസാന്നിധ്യമായ NSS കോട്ടച്ചേരി കരയോഗം വാർഷിക യോഗവും കുടുംബസംഗമവും വനിതാ കമ്മിറ്റി രൂപീകരണവും നടത്തി. മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും കാഞ്ഞങ്ങാട് നീലേശ്വരം ആകാശപാത എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നും അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും വാർഷിക യോഗം ആവശ്യപ്പെട്ടു. മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ നടന്ന യോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. 2006 മുതൽ ആ മേഖലയിൽ, അതിനു മുമ്പ് തന്നെ വനിതാ സമാജം ഉണ്ടെങ്കിലും 2006 മുതലാണ് സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വനിതാ സമാജത്തിൻ്റെ കീഴിൽ സ്വാശ്രയശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ സംഘങ്ങളൊക്കെ രൂപീകരിക്കാൻ ആരംഭിച്ചത്. കോട്ടച്ചേരി കരയോഗത്തിന് എന്തുകൊണ്ടോ ഇത്രയും വർഷമായിട്ട് വനിതാ വിഭാഗത്തിന് ഒരു വനിതാ സമാജം ഇല്ലാതെ പോയി എന്നുള്ള ആ ഒരു പോരായ്മ പരിഹരിക്കുവാനുള്ള ഒരു സുവർണാവസരമായി ആണ് ഇന്നത്തെ പൊതുയോഗത്തെ ഞാൻ കാണുന്നത്. അതേതായാലും നല്ലൊരു കാര്യമാണ്. എല്ലായ്പ്പോഴും നമ്മുടെ ഈ കരയോഗത്തിന്റെ പ്രവർത്തനത്തിൽ എല്ലാ മേഖലകളിലും ഒരു സംഘടനയുടെ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായത് അതിൻ്റെ വനിതാ വിഭാഗമാണ്. എവിടെയാണോ വനിതാ വിഭാഗം ശക്തമായി പ്രവർത്തിക്കുന്നത് അവിടെ കരയോഗം ശക്തമായി ഉണ്ട് എന്ന് അനുഭവത്തെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നു. കരയോഗം പ്രസിഡന്റ് ഇടയിലം ചെറിയോൻ നായർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി പി ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. കരയോഗം സെക്രട്ടറി പി ദിവാകരൻ നായർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ കെ ബാലകൃഷ്ണൻ നായർ വരവച്ചെലവ് കണക്ക് അവതരിപ്പിച്ചു. 80 വയസ്സ് പൂർത്തിയായ കരയോഗം അംഗം PV സരള മേലാങ്കോട്ട്, വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ MK കൃഷ്ണപ്രിയ, ആദിത്യൻ ദിവാകരൻ,
MK ജഗന്നാഥൻ എന്നിവരെ ആദരിച്ചു. സെക്രട്ടറി പി ദിവാകരൻ നായർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ വിജയകൃഷ്ണൻ നമ്പ്യാർ നന്ദിയും പറഞ്ഞു. വനിതാ കമ്മിറ്റി ഭാരവാഹികളായി സന്ധ്യ ദിവാകരനെ പ്രസിഡന്റായും ലതാ കുഞ്ഞിരാമനെ വൈസ് പ്രസിഡന്റായും TP ബിന്ദുവിനെ സെക്രട്ടറിയായും അഞ്ജു ബാലഗോപാലിനെ ജോയിന്റ് സെക്രട്ടറിയായും ദിവ്യ സുധീറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം വ്യാസേശ്വരം ശിവക്ഷേത്ര പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. ദേവപ്രതിഷ്ഠാ കർമ്മം ഏപ്രിൽ 29 നടക്കും. വേലാശ്വരം വ്യാസേശ്വരം ശിവക്ഷേത്ര പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പൂജാതി കർമ്മങ്ങൾ നടന്നു. പുല്ലൂർ മോഹനമാരാരുടെ നേതൃത്വത്തിൽ നടന്ന തായമ്പക വാദ്യാസ്വാദകരുടെ മുക്തകണ്ഠ പ്രശംസയ്ക്ക് പാത്രമായി. തുടർന്ന് പ്രവീൺ കോടോത്തിന്റെ ആധ്യാത്മിക പ്രഭാഷണം നടന്നു. അസൂയയുമൊക്കെ നമുക്ക് മനസ്സിനകത്ത് നിയന്ത്രിച്ച് നിർത്തപ്പെടണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കണം. അവിടെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട്. എത്ര വലിയ ക്രൂരനായാലും രാക്ഷസനായാലും അവരെല്ലാം തന്നെ ഭഗവാൻ പരമശിവന്റെ അടിയുറച്ച ഭക്തர்களാണ്. രാത്രി 9 മണിക്ക് കലാമണ്ഡലം അഭിജോഷ് ചാക്യാർ ആസ്വാദക വൃന്ദങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചു. വേലായുധനെ കേട്ടിട്ടുണ്ട്, ഗണേശനെ കേട്ടിട്ടുണ്ട്, ഗോവിന്ദനെ കേട്ടിട്ടുണ്ട്, വിജയനെ കേട്ടിട്ടുണ്ട്. എത്രയാ നാമധേയങ്ങളെന്ന് നിശ്ചയില്ല. എന്നാൽ ഈ നാമധേയങ്ങളൊക്കെ ആരുടെ നാമധേയ നിശ്ചയിട്ടോ? ആരാണോ ബാലകൃഷ്ണൻ? അടിക്ക് കയ്യും കൊടുത്ത് ആലോചിക്കുക. ഭഗവാനാണ്. ആരാ? സുബ്രഹ്മണ്യൻ. നിശ്ചയുണ്ടോ? അടിക്ക് കയ്യും കൊടുത്ത് ആലോചിക്കുക. ഭഗവാനാണ് അല്ലേ? ഒരു കാലത്ത് അമ്പലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ചാക്യാർകൂത്ത് ഇന്ന് കലോത്സവ വേദികൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ചാക്യാർകൂത്തിന് എന്നും ആസ്വാദകരുണ്ടെന്ന് വേലാശ്വരം ക്ഷേത്രത്തിലെ തിങ്ങി നിറഞ്ഞ കലാസ്വാദകർ മറുപടി നൽകി. ക്ഷേത്രത്തിലെ ദേവപ്രതിഷ്ഠാ കർമ്മം ഏപ്രിൽ 29 ബുധനാഴ്ച രാവിലെ 9:50 11:20 മതിയുള്ള ശുഭമുഹൂർത്തത്തിൽ നടക്കും. മഹോത്സവം ഏപ്രിൽ 30 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടൂട്ട് ശ്രീ വയനാട്ടുകുലവൻ പുതിയപുര തറവാട് തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി വിപുലമായ യോഗം ചേർന്നു. ദേവസ്ഥാന സെക്രട്ടറി MV നാരായണൻ പുല്ലൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. അടൂട്ട് ശ്രീ വയനാട്ടുകുലവൻ പുതിയപുര തറവാട്ടിലെ തെയ്യംകെട്ടിന്റെ ഭാഗമായുള്ള വിപുലമായ യോഗം ചേർന്നു. അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയ ദേവസ്ഥാന പ്രസിഡന്റ് T ഹരിഹരന്റെ അധ്യക്ഷതയിൽ ദേവസ്ഥാന സെക്രട്ടറി MV നാരായണൻ പുല്ലൂർ ഉദ്ഘാടനം ചെയ്തു. അടൂട്ട് പുതിയപുര തറവാട്ടിൽ തെയ്യംകെട്ട് മഹോത്സവം നടക്കാൻ വേണ്ടി പോവുകയാണ്. ആ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി രൂപീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയുള്ള അഡ്ഹോക് കമ്മിറ്റി രൂപീകരണ യോഗമാണ് ഇന്ന് വിളിച്ചേർത്തത്. യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വിവിധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഉത്സവം ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു മഹോത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടി കഴിയും എന്നതിന്റെ ഒരു വിളംബരമാണ് ഇന്നത്തെ ഈ ആദ്യത്തെ യോഗം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുക. നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു യോഗമായി യോഗം മാറിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് 2027 മാർച്ച് മാസത്തിൽ തെയ്യംകെട്ട് നടത്തണം എന്നാണ് നമ്മൾ തറവാട്ട് കമ്മിറ്റി ആഗ്രഹിച്ചത്. തറവാട് സെക്രട്ടറി A അമ്പു ചോട്ട സ്വാഗതം പറഞ്ഞു. AB കുഞ്ഞിക്കണ്ണൻ, MV നാരായണൻ കുളവയൽ, ചെറാക്കൂട്ട് കുഞ്ഞിക്കണ്ണൻ, കൊട്ടൻ കുഞ്ഞി, AV സഞ്ജയൻ, ബേബിരാജ്, PP നാരായണൻ, KV കുഞ്ഞമ്പു, ബാലൻ മൊട്ടക്കാൽ, ഉഷിത, മുരളീധരൻ, TV ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ P നാരായണൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. സംഘാടക സമിതിക്ക് മുമ്പായി പ്രവർത്തനത്തിനാവശ്യമായ വിപുലമായ കമ്മിറ്റിക്ക് രൂപം നൽകി. തെയ്യംകെട്ട് മഹോത്സവം വിജയിപ്പിക്കുന്നതിനാവശ്യമായ രൂപരേഖ തയ്യാറാക്കുന്നതിന് തീരുമാനമെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ന്യൂട്രോൺ ഇലക്ട്രിക് സ്കൂട്ടിയുടെ 4ാമത് നവീകരിച്ച ഷോറൂം കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. നോർത്ത് കോട്ടുശ്ശേരി ഇക്ബാൽ ജംഗ്ഷൻ റെയിൽവേ ഗേറ്റിന് സമീപത്താണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ന്യൂട്രോൺ ഇലക്ട്രിക് സ്കൂട്ടിയുടെ 4ാമത് നവീകരിച്ച ഷോറൂം കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു.
നോർത്ത് കോട്ടശ്ശേരി ഇക്ബാൽ ജംഗ്ഷൻ റെയിൽവേ ഗേറ്റിന് സമീപത്തായാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇബ്രാഹിം പള്ളിപ്പുഴയും ഷോറൂം മാനേജിംഗ് ഡയറക്ടറുടെ മാതാവ് ആയിഷ ബിയും ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ഷോറൂം മാനേജിംഗ് ഡയറക്ടർ സലീം പൂച്ചക്കാട്, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പടനയിലെ ശൈശവവിവാഹം തന്നെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് തുറന്നു പറഞ്ഞ നിക്കാഹ് നടത്തിയ ഗത്തീബ്. അഴീക്കാൽ ജുമാ മസ്ജിദ് സെക്രട്ടറി തന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഗത്തീബ് റഹ്മത്തുള്ള പറയുന്നതിന്റെ ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന് ലഭിച്ചു. സിറ്റി ന്യൂസ് എക്സ്ക്ലൂസീവ്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തെ തുടർന്ന് കേരളത്തിൽ ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ BKMU നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചു. BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബേക്കൽ ഇന്റർനാഷണൽ ഹോട്ടലിലാണ് കൺവെൻഷൻ നടന്നത്. സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്ന് കാസർഗോഡ് ജില്ലാ ബസ് ആൻഡ് ഹെവി വെഹിക്കിൾ മസ്ദൂർ സംഘ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വേനലിനെ അതിജീവിക്കാൻ ദാഹജല സംവിധാനവുമായി നന്മമരം കാഞ്ഞങ്ങാട്. കടുത്ത വേനലിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് തുണയായി കാഞ്ഞങ്ങാട്ട് ദാഹജലം നൽകുന്നതിന് തണ്ണീർ പന്തൽ സ്ഥാപിച്ചു. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ മെയ് 3 നടത്തുന്ന KMA ഫാമിലി മീറ്റിന്റെ പ്രചരണാർത്ഥം പായസ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് മത്സരം നടന്നത്. അയ്യങ്കാവ് കൂലോം തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ ഘോഷയാത്ര നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.